ഇഷ്ടപ്പെട്ട അത് നമ്മളെ ഡ്രൈവ് ചെയ്യുന്നത് ശരിക്കും ഈ സിനിമയിൽ ചെയ്യുമ്പോൾ ഒരു സിറ്റുവേഷൻസ് ആണ്. സിറ്റുവേഷൻസ് അങ്ങനെ ഉണ്ടാവുമ്പോൾ അത് നമ്മൾ ചെയ്തു പോകുന്നതാണ്. പിന്നെ ഇൻസ്പയർ ഡയറക്ടേഴ്സും റൈറ്റേഴ്സും ഈ പോയറ്റ്സും ഒക്കെ ഇൻസ്പയർ ചെയ്യുമ്പോൾ അങ്ങനെ സംഭവിക്കും. പിന്നെ ഇപ്പോൾ താങ്കൾ പറഞ്ഞത് കറക്റ്റാണ്. എനിക്ക് അങ്ങനെയുള്ള പാട്ടുകൾ ചെയ്യുക, എന്തെങ്കിലും ഒരു സ്മൈൽ കേൾക്കുന്നവർക്ക് ഉണ്ടാകുക, പിന്നെ പെട്ടെന്ന് അസ്തമിക്കാത്ത ഒരു ചെറിയ ചിരി ഉണ്ടാകുക, നാളെയും കേൾക്കാൻ തോന്നുക, അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞാലും കേൾക്കാൻ തോന്നുക എന്ന് പറയുന്ന പാട്ടുകൾ ചെയ്യാനാണ് ഇഷ്ടം. അത് എപ്പോഴും വിജയിച്ചോളണമെന്നില്ല, പക്ഷെ അങ്ങനെയാണ് താല്പര്യം. ഒരു ഇന്നസെൻസ് ആണ് എല്ലാ പാട്ടിലും, ഒരു ഇന്നസെൻസ് ഉണ്ടെന്ന് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഇന്നസെൻസിനേക്കാൾ നമ്മൾ ഈ എപ്പോഴും ഈ ഈ റിലേഷൻഷിപ്പിലെ ഒരു ലോഞ്ചിവിറ്റി എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടാണല്ലോ. നമ്മൾ ഇന്ന് കണ്ട് മുട്ടുന്നവരെ, ഇന്ന് പരിചയപ്പെടുന്നവരെ മറ്റന്നാൾ അല്ലെങ്കിൽ അടുത്ത ആഴ്ച ഓർക്കുക എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. അവിടെയാണ് ശരിക്കും യഥാർത്ഥ റിലേഷൻഷിപ്പ് വരുന്നത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് അതൊരു ചെറിയ നിസ്സാര കാര്യമല്ല. അത് ചിലപ്പോൾ ഇത്തരം ഈണങ്ങളിൽ ഡെവലപ്പാകുന്ന റിലേഷൻഷിപ്പ് ഉണ്ടാകും. അപ്പോൾ അത്തരം ഒരു ലോഞ്ചിവിറ്റി എനിക്കിഷ്ടമാണ്, ഇത്തരം കാര്യങ്ങളുടെ ഒരു സ്ഥിരത, ഒരു കൺസിസ്റ്റൻസി. അപ്പോൾ അത് ചിലതിൽ വർക്കാവും എന്നുള്ള. അതെന്ന് വെച്ചാൽ നമുക്ക് നല്ല അനുകൂലമായിട്ടുള്ള സാഹചര്യങ്ങൾ കിട്ടണം പാട്ടുകൾ ഉണ്ടാക്കുമ്പോൾ. നമ്മൾ ചെയ്യുന്നതിനെ ഒരു പോസിറ്റീവായിട്ട് സ്വീകരിക്കാൻ തയ്യാറുള്ള സംവിധായകർ വേണം.